രഞ്ജു, ഒരു നല്ല തമാശയാണ് ഇത്. ഉം, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം വീട്ടില് ഉം, ചെയ്യരുത് എന്നോ ഉം, പോവരുത് എന്നോ പറഞ്ഞ, ആ, എന്നിട്ട് അത് തന്നെ അവരാരെങ്കിലും ചെയ്താല് ആ. അത് നടക്കില്ല. അല്ലെങ്കിൽ അതിലൊരു പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഇവര് പറയാൻ തുടങ്ങി, ഇത് എന്താ അത്, കരിനാവാണോ, ഉം. പറഞ്ഞാ അതുപോലെ നടക്കണ്ടല്ലോ എന്ന്. ഗോപു, നീ ശരിക്കും വിശ്വസിക്കില്ല. ഇത് തന്നെ എന്റെ വീട്ടിലും നടക്കുന്ന കേട്ടോ. ആ, ഞാൻ ചിലപ്പോ മക്കളുടെ അടുത്തോ ഉം, അല്ലെങ്കിൽ ഈവൻ ഹസ്ബൻഡിന്റെ ഉം, അടുത്തോ കേട്ടോ, ഉം. അങ്ങനെ ചെയ്യണ്ട, അയ്യോ അത് താഴെ വീഴില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് നാവ് എടുക്കുന്നതിന് ഒരു 2-3 സെക്കൻഡിനുള്ളിൽ അത് നടന്നിരിക്കും. അപ്പൊ ഉടനെ എന്താന്ന് പറയാ പിള്ളേര്, മമ്മ വാട്ട് ഇസ് ദിസ് മമ്മ, ഇങ്ങനെ പിള്ളേര് ആ. പറയുള്ളൂ. പക്ഷെ അതിന് ഹസ്ബൻഡ് എനിക്കൊരു പേരും തന്നു. എന്താന്നറിയോ? ഉം. നീ എന്താ ചുടയിലാണോ? അച്ചോ. ആ. അപ്പം ആക്ച്വലി ഞാനും ഓർക്കാറുണ്ട്, ഇങ്ങനെ പറയുമ്പം എന്തുകൊണ്ട്, ഉം. വൈ സച്ച് തിങ്സ് ഹാപ്പൻ. ഇത് പക്ഷെ ഇപ്പൊ തൊട്ടേ അല്ല, പണ്ട് തൊട്ടേ ഉള്ളൊരു കാര്യടാ. ആ, കൂടുതൽ നമ്മൾ കാണുന്നത് പണ്ടത്തെ മൂവീസിലാണ്. ഓക്കെ. അവർ ആ ക്യാരക്ടറിന് ഭയങ്കര റോള് കാണിച്ചിട്ടാ കൊടുക്കാറ്. ഓ, ആ വ്യക്തിന്റെ മുമ്പ് കൂടി നമ്മൾ പോകുമ്പോൾ ആ, നിങ്ങൾ സൂക്ഷിക്കണം. ആ, ആ, അവരെ വായതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ ആ, ഒന്നെങ്കിൽ നടക്കും നടക്കും. അല്ലെങ്കിൽ ഓ, നടക്കില്ല. ആ, ഏതോ ആ, ഒന്ന് ആ, ആ, സംഭവിക്കുന്നുണ്ട്. ആ, ആ, ഇപ്പൊ എനിക്ക് തോന്നും അത് തമാശയായിട്ട് കേട്ടതാണെങ്കിലും ആ, ഇപ്പോഴും ഇത് നടക്കുന്നുണ്ട്. ആ, പക്ഷെ അതിന്റെ കാരണം നാവ് കരിനാവായിരിക്കില്ല. ആ, നമ്മൾക്ക് കുറച്ചും കൂടി ഇപ്പം മദേഴ്സ് ഒക്കെ ആയില്ലേ, കുറച്ചും കൂടി റെസ്പോൺസിബിൾ ഒക്കെ ആയപ്പോ ഒരു ഉം, ഇൻസ്റ്റിങ്ക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് മുടങ്ങാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതെ. ഈ ടൈമിൽ ചെയ്താലേ ആ, പറ്റുള്ളൂ എന്ന് അതെ, തോന്നുന്നുണ്ടാവും. അതെ, അതെ. അതുകൊണ്ടായിരിക്കും നമ്മൾ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് ഓവർ പ്രൊട്ടക്റ്റീവ്, അതുകൊണ്ടായിരിക്കും ചിലപ്പോ അയ്യോ വീഴും, അയ്യോ അത് അങ്ങനെ ചെയ്യും, അങ്ങനെ പറ്റും എന്നൊക്കെ പറയുന്നത് തോന്നുന്നു. പക്ഷെ ഞാൻ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ ഉം, ഞാനൊന്ന് വണ്ടർ ചെയ്യാറുണ്ട്, ഉം, നമ്മൾ ഈ മദേഴ്സ് ആവുന്നതിന് ഉം. മുമ്പേ ആ. ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ, അതോ നമ്മൾ പറഞ്ഞത് വല്ലതും നടന്നിട്ടുണ്ടോ? എനിക്കൊന്ന് നേരെ തിരിച്ചാണ്. ആ, അന്ന് നമ്മളോടല്ലേ ആൾക്കാർ പറയുക. ഓ, അത് ശരിയാണല്ലോ. നമ്മൾ അന്ന് നമ്മ വേറെ എന്ന് പറഞ്ഞാ അമ്മയും അച്ഛന്റെയും കൂടെ ആണല്ലോ. സോ അതെ. അവരാണല്ലോ നമ്മളെ അപ്പം പ്രൊട്ടക്ട് ചെയ്യുന്നത്. നമ്മൾ ഇത്തിരി കെയർലെസ്സും അവര് കുറെ കൂടി കെയർഫുള്ളും ആണ്. ഗ്രാൻഡ് മദേഴ്സ് ആ, ആയാലും അമ്മയായാലും അച്ഛനായാലും ഒക്കെ. ഓ, സത്യാട്ടോ. ഉം. മുത്തശ്ശിമാരും അച്ഛൻ അമ്മ ഒക്കെ പറയുന്ന കാര്യങ്ങള് ആ. ഞാൻ കുറച്ചൊരു കുറച്ചൊരു റെബലായിരുന്നു. ആ. ഒത്തിരി അല്ല ആ, എന്ന് മനസ്സിലായി. പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ലെവല് ഉം. വിട്ടു പോകത്തൊന്നുമില്ല. ഉം. എന്നാലും ഇങ്ങനെ ചോദിക്കാൻ എനിക്ക് മനസ്സിലാറുണ്ട്, എന്താ അങ്ങനെ ചെയ്തു നോക്കിയാൽ അതെ. എന്ന് പറഞ്ഞ ഡാഡി മമ്മിയൊക്കെ അറിയാണ്ട് ഞാനൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പം അത് നെഗറ്റീവായിട്ടും വന്നിട്ടുണ്ട്. ആ. അയ്യോ മിണ്ടണ്ടാന്ന് പറഞ്ഞ് മിണ്ടാതെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ പണ്ടത്തെ എനിക്ക് വേറൊന്ന് ഞാൻ ശ്രദ്ധിച്ചത്, യൂഷ്വലി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഉം, അങ്ങോട്ട് പോണ്ടാ പറഞ്ഞ ഉം. ഒരു തിരിച്ച് മറു ക്വസ്റ്റ്യൻ ഉണ്ടാവാറില്ല. ഇല്ല, ഇല്ല, ഇല്ല. മെജോറിറ്റി ടൈമും നമ്മൾ എന്താ കറക്റ്റ്. ചെയ്യാ, ശരി പോണ്ടാ പറഞ്ഞു പോയില്ല, ഉം. നിങ്ങൾ എന്താ വന്നില്ല, മമ്മി സമ്മതിച്ചില്ല, ഡാഡി സമ്മതിച്ചില്ല, അല്ലെങ്കിൽ ആന്റി അതെ, അതെ. സമ്മതിച്ചില്ല, ഉം. അങ്കിൾ സമ്മതിച്ചില്ല. അതെ. ഇപ്പം പക്ഷെ ഞാൻ കണ്ടുവരുന്ന ഒരു ചെറിയ ഡിഫറൻസ് എന്താന്ന് വെച്ചാല്, ആ. നമുക്ക് ആ ഒരു സെന്റൻസിൽ ഇത് നിർത്താൻ പറ്റാറില്ല. ഓക്കെ. ആ. മോളെ അല്ലെങ്കിൽ മോനെ ഡോണ്ട് ഡൂ ദിസ് എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ ആ. ഇത് ചെയ്യണ്ട, ആ. അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യണ്ട ചോദിക്കുമ്പം ആ. കുട്ടികൾ നമ്മളോട് ഇങ്ങോട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ആ. വൈ നോട്ട്. ആ. അത് കറക്റ്റാട്ടോ. അത് കറക്റ്റാ. മേ ബി എനിക്ക് തോന്നുന്നു അതൊരു പേരന്റിങ് സ്റ്റൈലും ഡിഫറന്റ് ആയി. ഇപ്പൊ നമ്മളൊക്കെ കുഞ്ഞുങ്ങളായിരുന്നപ്പം എനിക്ക് തോന്നുന്നില്ല, ലൈക് എന്റെ ഡാഡിയും മമ്മിയും ഇപ്പം ഞാനും എന്റെ ഹസ്ബൻഡും പിള്ളേരുടെ അടുത്ത് ഇപ്പൊ ഫ്രണ്ട്സാ. അതെ. എല്ലാരും ഫ്രണ്ട്സ് ആണ്. അതെ. അപ്പം അന്നത്തെ കാലത്ത് അങ്ങനെ ഫ്രണ്ട്സ് അല്ല. അതെ. അപ്പം നമ്മൾ ശരിക്കും എന്തെങ്കിലും പറയുമ്പോൾ കുറെ മനസ്സിലിട്ട് ഫിൽട്ടർ ചെയ്യും. അയ്യോ ഉം. ഇതങ്ങനെ പറയാമോ, ഉം. ഇത് ഏത് രീതിക്ക് പറയണം, അതെ. അങ്ങനൊക്കെ പറയും. പിന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഓപ്പൺ അപ്പ് ആവാറുള്ളൂ. ഉം. പിന്നെ ഇൻസ്ട്രക്ഷൻസ് കിട്ടുമ്പം വൈ എന്ന് ചോദിക്കാൻ നിൽക്കാറില്ല. അതെ. ചിലപ്പോ ഭയഭക്തിയും കൊണ്ടായിരിക്കും. മാത്രമല്ല, എന്താണെങ്കിലും ഒരു അവയർനെസിന്റെ കുറവ് കൊണ്ടും ആവാൻ മതിയോ. ആ, ഇപ്പൊ യാ എക്സ്പോഷറും കൂടുതലല്ലേ. കറക്റ്റ്, കറക്റ്റ്, നമുക്ക് കറക്റ്റ്. പണ്ടത്തെ എക്സ്പോഷർ പറഞ്ഞാൽ ഓൺലി ഫ്രം ഫാമിലി ആ, അല്ലെങ്കിൽ ഫ്രം സ്കൂളോ അതെ, കോളേജോ അതെ, പോണേ അതെ, ഉള്ളൂ നമുക്ക്. അതെ, അതെ, അതെ. ഇപ്പം കുട്ടികൾക്ക് ഈ സോഷ്യൽ മീഡിയ ഉം, അതൊക്കെ ഉം, കൊണ്ടായിരിക്കാം ഉം. പണ്ടത്തെ കാലവും ഇനി വരാൻ പോണം ആഫ്റ്റർ സം ഇയേഴ്സിലെ കാലങ്ങളെ പറ്റിയൊക്കെ അവർക്ക് ചിലപ്പോ ആ, കുറച്ചും കൂടി എക്സ്പോഷർ ഉള്ളത് കാരണമായിരിക്കാം ഉം. അവര് നമ്മളോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതെ, അതെ, അതെ. ഒന്നേ ഉള്ളൂ എനിക്ക് അത്ര എഗ്രിമെന്റ് ഞാൻ വരാത്ത ചിലവരുടെ ഉം. ടോണിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതെ, അതെ. അതായത് ഞങ്ങൾക്ക് അറിയാം, ഉം. അല്ലെങ്കിൽ വി നോ ബെറ്റർ. ആ, നിങ്ങൾ ഇപ്പൊ പിള്ളേരുടെ പറയുന്ന കാര്യാ പറയണേ അല്ലേ? പിള്ളേരുടെ ആ. കാര്യം, ഉം, ഉം. അത് പാരന്റ്സിനും ഉണ്ട് കേട്ടോ. ആ, ചില പാരന്റ്സും ഉണ്ട്, ഡോണ്ട് ആസ്ക് വൈ, ആ, ആ. ജസ്റ്റ് ലിസൺ.
ആ. അതും നമുക്ക് ടോട്ടലി അഗ്രി ചെയ്യാൻ പറ്റില്ല. പറ്റില്ല, പറ്റില്ല. കുട്ടികൾ വല്ലതും ചോദിക്കുകയാണെങ്കിൽ അതെ, പാരന്റ്സിന്റെ നമ്മുടെ ഒരു നല്ല കാര്യമാണ് ഇഫ് വി ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ് ടു അതെ, ദം അതെ, സോഫ്റ്റ് ആയിട്ട്. അതെ. അതേപോലെ കുട്ടികളുടെ ടോണും നമ്മൾ കറക്റ്റ് ചെയ്യണം ചെറുപ്പത്തിലെ. കറക്റ്റ്. ലെറ്റ് ദം നോട്ട് ബി ഒരു ഭയങ്കര അഗ്രസീവ് ആയിട്ട് ഉം. അല്ലല്ല എനിക്ക് പറ്റില്ല, ആ, നിങ്ങൾക്ക് പറയുന്ന തെറ്റാണ്, അതെ. നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല, അത് ഉം. പറയുന്നതും ശരിയല്ല. അപ്പൊ അതെ, അതെ. രണ്ടിന്റെയും കൂടി ഇടയില് ഉം. ഫ്രണ്ട്ഷിപ്പ് ഒരു ലെവല്, ഉം. റെസ്പെക്റ്റിന്റെ മ്യൂച്വൽ റെസ്പെക്ട് അങ്ങോട്ടും അതെ. ഇങ്ങോട്ടും റെസ്പെക്ട് ഉം. ചെയ്തുകൊണ്ട് ഒരു കാര്യത്തിനെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയി മാറുന്നുണ്ടാവും. അതെ. ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പിള്ളേര് ഉം. യൂഷ്വലി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഒരു ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് തന്നെ കുറേയും കൂടെ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളാണ്. ബിക്കോസ് സംശയം. അതെ. അവർക്ക് പല പല സോഴ്സിൽ നിന്നാണ് Correct. പല പല ഇൻഫർമേഷൻ കിട്ടുന്നത്. Correct, correct. നമ്മൾ ആ ഒരു ഏജിൽ എന്തറിയുവോ അതിനെക്കാട്ടും ട്രിപ്പിൾ ആണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയുന്നത്. ആ ഒരു എന്താ പറയാ എനിക്കെല്ലാം അറിയാം എന്നുള്ളൊരു ഭാവം വന്നാലാണ് ആ ടോണിലും ഡിഫറൻസ് വരുന്നത്. Maybe. പക്ഷെ ആ കുട്ടികളും മറക്കാൻ പാടില്ല ഇവർക്ക് ഇന്റലിജൻസ് ഉണ്ട്. പക്ഷെ പേരൻസിനുള്ളത് എന്താ ഇന്റലിജൻസിൽ വിസ്ഡം എല്ലാം കൂടെ കൂടിയ എക്സ്പീരിയൻസും അതെ ആ എക്സ്പീരിയൻസും വന്നൊരു നമ്മള് ജീവിച്ച് കറക്റ്റ് അനുഭവിച്ച് അതെ അവിടുന്ന് ചിലത് കറക്റ്റ് ചെയ്ത് വന്നതാണ്. സത്യം അപ്പം അതേ സെയിം മിസ്റ്റേക്സ് ഇവര് ചെയ്യണ്ട, അതെ അതെ പറ്റിപ്പോയി. ഇത് പറയുമ്പം ഞാൻ ഈയിടെ ഇൻസ്റ്റയിൽ റീൽസ് കണ്ടുകൊണ്ടിരുന്നപ്പം വന്നതാണ്. ഒരു അമ്മ ഇങ്ങനെ മക്കളുടെ അടുത്ത് പറയുന്നത് പോലെയാണ്. ഐ സേ ഇറ്റ് നോട്ട് ബിക്കോസ് ഐ എം റൈറ്റ് ഓൾവേസ് ബിക്കോസ് ഐ ഹാവ് ഫെയിൽഡ് മെനി ടൈംസ് ആസ് എ ചൈൽഡ്. Wow. അപ്പം അതീന്നാണ് വൈ ഐ എം സേയിങ് നോ ഓർ ഓക്കെ എന്ന് പറയുന്നത് വൈ എന്ന് വരുന്നത്. എന്തൊരു സ്വീറ്റ് ആയിട്ട് അതെ പറഞ്ഞു നോക്ക് അതെ അമ്മ. അതപ്പൊ ഞാൻ എന്റെ മക്കളെ വിളിച്ച് കാണിക്കുകയും ചെയ്തു. ഉം. സി വെൻ ഐ സേ സംതിങ് നോ ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഐ ആം ഓൾവേസ് റൈറ്റ്. അതെ. അല്ലെങ്കിൽ കുട്ടികൾക്ക് തോന്നുന്നു ഓ അച്ഛനും അമ്മയും എപ്പോഴും റൈറ്റ് ആന്നുള്ള മട്ടിലാണ് അവര് പറയുന്നതെന്ന്. നോ നമ്മളും നമ്മളുടെ ചെറുപ്പത്തിൽ പല പല മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ട്. അതീന്ന് നമ്മൾ പഠിച്ച നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. ചില സാധനങ്ങൾ അത് ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ നോ എന്ന് ശരിയാ. പറയുന്നത്. പക്ഷെ തെറ്റാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഗോപു പറഞ്ഞ പോലെ തന്നെ നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും കൂടെ ഉള്ള മനസ്സ് നമ്മൾ കാണിക്കണം കുട്ടികളുടെ അടുത്ത്. വൈ നോ നമ്മൾ എവിടെയെങ്കിലും കുട്ടികൾ പോവാണ് ഒരു വലിയ ഗ്യാങ് ആയിട്ട് പോവാണ് ഞങ്ങൾ പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പം യെസ് പറയും ചിലപ്പോൾ നോ പറയും. അപ്പൊ അവർ ഓർക്കും എന്തുകൊണ്ട് അന്ന് യെസ് പറഞ്ഞു ഇന്ന് നോ പറഞ്ഞു എന്ന് Correct. പറയുമ്പം ആ നോ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളൊരു റീസൺ കൊടുത്താൽ ഉം. എനിക്ക് തോന്നുന്നു അവിടെ എല്ലാം സോൾവ് ആവാനുള്ളൊരു ഇതേ ആണ്. ഉള്ളൂ. തുടക്കത്തിൽ എനിക്ക് തോന്നുന്നു ആ ഹാബിറ്റ് അതെ. കുട്ടികൾ പറയുന്ന മനസ്സിലാക്കാനും ഉം. അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനും ഇൻ കേസ് അവർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു അതിനെ നമ്മൾ അത്രയ്ക്കൊരു വലുതാക്കണ്ട, സത്യം. സോഫ്റ്റ് ആയിട്ട് കാര്യം പറഞ്ഞു കൊടുക്കുക. ഉം. നീ പറഞ്ഞ പോലെ ഡെഫിനറ്റ് എക്സ്പ്ലനേഷനും നമ്മളതിൽ ഉണ്ടെങ്കിൽ അതെ അതെ ചില അതെ കാര്യങ്ങൾ നമ്മൾ വർഷങ്ങളായിട്ട് ആരോ പറഞ്ഞു ഞങ്ങൾ ചെയ്യണു അങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഫുള്ളി അതെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അതെ അതെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ അന്ന് ചോദിക്കണമായിരുന്നു. അതെ അതിനൊരു കുഞ്ഞ് എക്സാമ്പിൾ ആയിടാം. ചെറുപ്പത്തിൽ ഞങ്ങളോടൊക്കെ പറയായിരുന്നു ഇങ്ങനെ ഇരിക്കുമ്പം ആ കാലാട്ടരുത് എന്ന്. ഓ നമ്മൾ ഓക്കെ കുട്ടികൾ ഇരിക്കുമ്പോ ഇങ്ങനെ ആ കാല് ആ ചെറുതല്ലേ, ആ ചെയറിലൊക്കെ ഇരിക്കുമ്പോ അവര് ആ കാലിങ്ങനെ ആട്ടും. ആ അപ്പൊ ഞാൻ ചെറുപ്പത്തിൽ കേട്ടിരിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, കാലാട്ടരുത്, ആ ആ ഇരിക്കുമ്പോ കാലാട്ടരുത്. ആ അത് ഡിസ്റെസ്പെക്ട് ആന്നൊക്കെയാ പറയാറ്, ആ അല്ലെങ്കിൽ ദോഷമാന്നാ പറയാറ് ഓ കേട്ടോ, അല്ലാതെ കാരണം അതെ പറയാറില്ല. ഇപ്പൊ പോകുകയാണ് നമ്മൾ മനസ്സിലാവണം നമ്മുടെ നീ ആ ബോൺ ഇല്ലേ, ആ ആ ആ ബോൺസിന് നല്ലതല്ല ഒരുപാട് ഓ ഫ്രിക്ഷൻ. ആ ഫ്രിക്ഷൻ കുറവാക്കാനാ ശരിക്കും പറഞ്ഞ പണ്ടത്തെ നമ്മുടെ ആൾക്കാർ കാലാട്ടരുത് എന്ന് പറഞ്ഞത്. ഓക്കെ അത് കുറെ പേര് ചോദിച്ചതുമില്ല, ആ ആരും പറയാൻ മെനക്കെട്ടിട്ടും ഇല്ല. ചില ആൾക്കാർക്ക് സ്വയം അവർക്കും അറിഞ്ഞിട്ടുണ്ടാവില്ല അതെ എന്താ അതെ അതെ കേട്ടത് പോവാ. ആ അപ്പൊ ഇതിപ്പോ നമ്മൾ നല്ല രീതിയിൽ നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താ, അതെ നോട്ട് ബിക്കോസ് എന്റെ ഗ്രാൻഡ് മദർ എന്നോട് പറഞ്ഞു ആ ഞാൻ ചെയ്യണമെന്ന്, പകരം ഇതാണ് കേട്ടോ കാരണം ആ എന്ന് പറഞ്ഞ അവരത് സയന്റിഫിക് ചെയ്യ റിലേറ്റ് ചെയ്യും, അതെ അവരത് അതെ പിന്നെ ആ കാര്യം ചെയ്യില്ല. കറക്റ്റ്. അപ്പൊ ചെറുപ്പം തൊട്ട് ഞാൻ കേട്ടിട്ടുള്ള എന്റെ അച്ഛൻ എപ്പോഴും പറയുന്ന സന്ധ്യ ആവുമ്പോ നഖം ഞാൻ വെട്ടരുതെന്ന്. ഇപ്പൊ ആലോചിച്ചിട്ടേ ഉള്ളൂ. അത് എപ്പോഴും ഡാഡി പറയട്ടോ. ആ പക്ഷെ ഞാൻ അങ്ങനെ അങ്ങോട്ട് ആ ഒരു വാല്യൂ കൊടുത്തിട്ടില്ല. ബിക്കോസ് എനിക്ക് അതിന്റെ ബാക്കിലത്തെ റീസണും മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ ഞാനിങ്ങനെ മക്കളുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട് ചിലപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ ഈ ലൈറ്റ് ഇലക്ട്രിസിറ്റി അങ്ങനെ വരാറില്ല, കുഞ്ഞ് ആ വിളക്കൊക്കെ ആ കൊളുത്തി അതെ. ഉം, വെച്ചിട്ടല്ലായിരുന്നോ. ഉം, അപ്പം ഈ നഖമൊക്കെ വെട്ടി അവിടെ ഇവിടെയൊക്കെ ഇടുകയാണെങ്കിൽ ഉം, ചിലപ്പോൾ കൊണ്ടു കയറും. ഉം, അപ്പം അതുകൊണ്ടായിരിക്കാം. ഉം. പക്ഷെ ഗോകുലിലും അതിന്റെ അല്ല ഒരു നീ മൈൻഡ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ എനിക്കൊന്ന് പണ്ടിട നെയിൽ കട്ടേഴ്സും എനിക്ക് അറിയില്ല എത്ര ഇല്ല പ്രോപ്പറാ, ബ്ലേഡ് പോലെ ബ്ലേഡ് ഒക്കെ. കത്തി ആ അപ്പൊ എന്താ വെച്ചാ ഷാർപ്പ് ഈ ഇത് ഷെയ്ഡിൽ വിളക്കിന്റെ വെളിച്ചത്തിൽ ഇത് ചെയ്യുമ്പോൾ ആ കൈ മുറിയാനും ആ നഖം ആ അങ്ങോട്ടും ആ. ഇങ്ങോട്ടും തെറിക്കും ചെയ്യില്ലേ. അതെ അതെ അപ്പം ആ സ്ഥലത്ത് എവിടെയെങ്കിലും ആവണ്ട കുത്തണ്ടെന്നൊക്കെ ഉം വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ ഉം ഒറ്റ കാര്യേ പറയാറുള്ളൂ,
സന്ധ്യ കഴിഞ്ഞാൽ നഖം വെട്ടരുത്. ആ. അപ്പൊ ഇങ്ങനെ ഒരു സെന്റൻസ് ഇങ്ങനെ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാത്ത ഉം. കുട്ടികളോട് വൈ ഉം. ഓർ വൈ നോട്ട്. പിന്നെ അതെ. സംടൈംസ് ഇപ്പൊ വേറൊരു കാര്യം പറയണം, പണ്ടത്തെ ആൾക്കാരെ മാത്രം പറയാ പോരാ, ഉം. കുട്ടികളുടെ മുമ്പിൽ ഇപ്പൊ കുറെ ഓപ്ഷൻസ് ഇടാം. അതെ. അവർ ചെറുതായിട്ട് കൺഫ്യൂസ്ഡ് ആണ്. ആ. ആ. അവരുടെ ഫോക്കസ് അത്ര ക്ലിയർ അല്ല, ഉം. ദിസ് ഓർ ദാറ്റ്. ഉം. ഇങ്ങനത്തെ സമയത്ത് ആക്ച്വലി കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉള്ള, ആ. ഞാൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നുമല്ല ആ. പറയുന്നത്, ആ. ഏജിന്റെ എക്സ്പീരിയൻസിൽ ആ. നിങ്ങളുടെ അങ്കിളോ ആന്റോ ഗ്രാൻഡ് മദറോ മദർ ഉം. ആര് വേണമെങ്കിലും ആവാം, ഉം. കുട്ടികൾ കുറച്ചു നേരം അവരോടിരുന്ന് സംസാരിച്ചാൽ ആ. ചിലപ്പോൾ അവർക്കൊരു ക്ലാരിറ്റി കിട്ടും. ഓ, വെരി അപ്പൊ നൈസ്. കൺഫ്യൂസ്ഡ് ആവുന്ന സിറ്റുവേഷനിൽ ആ. എറഗൻസിനെ ഒരു കാര്യമാക്കി എടുക്കാതെ അതെ. പകരം അതിന് കുറച്ചും കൂടി ഒന്ന് ഹംബിൾ ഡൗൺ ചെയ്തിട്ട് നിങ്ങളുടെ എൽഡേഴ്സ് പറയുന്ന കേട്ടാ അവരുടെ ആ ഉം. ഏജ് തരുന്ന എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതെ. അത് നമ്മൾ അതെ. എത്ര ഇന്റലിജന്റ് ആയാലും എത്ര ബുദ്ധി ഉണ്ടെങ്കിലും എനിക്ക് ഉം. തോന്നുന്ന മാച്ച് ചെയ്യാൻ അത്രക്ക് ഈസി അല്ല. അതെ. നമ്മളിപ്പോ മിഡിലല്ലേ ആ. നിൽക്കുന്നത്. കറക്റ്റ്. ഒരു നമ്മളെക്കാളും വലിയ ജനറേഷൻ. കുറെ ആൾക്കാരെയും നമുക്കറിയാം, നമ്മളെക്കാളും കുഞ്ഞു കുട്ടികളെയും അതെ. നമുക്കറിയാം. അതെ. 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 ഇത് പറഞ്ഞപ്പോഴാ ഞാനെന്നാ ഇന്നൊന്ന് ഡാഡിയുടെ അടുത്ത് ചോദിച്ചു നോക്കട്ടെ, ഉം. എന്താണ് വൈകുന്നേരം സന്ധ്യ കഴിഞ്ഞാൽ നഖം വെട്ടാൻ പാടില്ല എന്ന് പറയുന്നതെന്നൊന്ന് ചോദിച്ചു നോക്കാം. അതെ 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 ഇതുവരെ അതെ. ഞാനും ചോദിച്ചിട്ടില്ല. ഗോപു പറയുമ്പോൾ ഞാനും ഈ ആലോചിക്കുന്ന എന്തുകൊണ്ട് ഞാൻ ഡാഡിയുടെ അടുത്ത് ചോദിച്ചില്ല, അതിന്റെ ഉം. റീസൺ എന്താണ് ഡാഡി എന്ന് ചോദിച്ചില്ല. പിന്നെ രാവിലെ എണീറ്റ ഞങ്ങൾക്കൊക്കെ ഉള്ളതാട്ടോ, ഉം. നിർബന്ധമല്ല എല്ലാ സ്ഥലത്തും ഉള്ളല്ലോ, ഓരോ ഏരിയയില് രാവിലെ എണീറ്റ ഉടനെ കുളിക്കണം. ഓ. ഓക്കെ, ആ. കുളിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം, ആ. അങ്ങനെയൊക്കെ ആ. പറഞ്ഞിട്ടുണ്ട്. പോകെ പോകെ ആ സിസ്റ്റം ഒക്കെ കുറഞ്ഞു. ഉം. ഓക്കെ, ചിലവര് കുളിക്കും ചിലവര് കുളിക്കില്ല, അതൊക്കെ കഴിക്കുന്ന ഒരു അതെന്നെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞേ? അല്ലല്ല. ഇതാട്ടോ ഞാൻ ചിരിച്ചത്. അങ്ങനെ കാര്യമില്ല. ഇപ്പം അങ്ങനെയൊന്നും കുളിക്കുന്നതിന് ഒരു പ്രത്യേക ടൈമൊന്നും ഇപ്പൊ ഇല്ല. അതെ. പണ്ട് ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്ന ബാത്റൂംസ് ഒക്കെ കംപ്ലീറ്റ്ലി കവേർഡ് ആയിരിക്കില്ല ആ. ചിലപ്പം. ആ. ആ. പിന്നെ കുളത്തിലായിരിക്കും പോയി ഓ. കുളിക്കുന്നുണ്ടാവുക. അങ്ങനെയൊക്കെ ഉള്ള കറക്റ്റ്. സമയത്ത് ആ. രാവിലെയും വൈകുന്നേരവും വെൻ ആ. സൺലൈറ്റ് ഒരുപാട് ഇല്ലാത്ത, അതായത് ആ. കുറെ ആൾക്കാരുടെ അറ്റൻഷൻ വരാത്ത സമയത്ത് ആ. നിങ്ങൾ കുളിക്കുന്നതാണ് ഓ. നിങ്ങൾക്ക് നല്ലതെന്ന് കറക്റ്റ്. കറക്റ്റ്. വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോ പണ്ട് അങ്ങനെ പറഞ്ഞത്. ആ. അങ്ങനെ കുറെ സിമ്പിൾ കാര്യങ്ങളുണ്ട് പണ്ട് പറഞ്ഞു പോയത്. അതെ. പക്ഷെ ഇപ്പത്തെ കുട്ടികളോട് നമ്മൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഇപ്പൊ ശരിക്കും സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് കുളിക്കുന്ന നല്ലത്. ഉം. ബിക്കോസ് സ്കൂളിൽ ജേംസ് ഒരു ദിവസം എന്തെങ്കിലും അത് ഉണ്ടെങ്കിൽ തന്നെ PT പീരീഡും ഒക്കെ കളിച്ച് വരുമ്പോ ആ ജേംസിനൊക്കെ മാറ്റാൻ വേണ്ടി വന്നു കഴിഞ്ഞിട്ട് കുളിക്കാനാണ് ഞാനും ഇപ്പൊ പിള്ളേർക്ക് പറയാ. അതുകൊണ്ട് അഡ്വൈസസിന്റെ കാര്യം പറയാന്ന് വെച്ചാൽ, നീ പൊതുവെ ആർക്കെങ്കിലും അഡ്വൈസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ, കൊടുക്കാറുണ്ടോ? കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ. പക്ഷെ അത് എടുക്കാറില്ല. ആ. അതുകൊണ്ട് പിന്നെ ഞാനിപ്പം എന്റെ ടോണൊക്കെ മാറ്റി ഉഹും. അഡ്വൈസ് കൊടുക്കുന്നതിനെക്കാട്ടും ഉം. ഞാൻ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് പറയും. ഉം. ഐ ഫീൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് ബിക്കോസ് ഓഫ് ദിസ്. ഉം. അഗൈൻ ഇറ്റ്സ് അപ് ടു യു അതെ, എന്ന് പറഞ്ഞിട്ട് ഞാൻ വിടുക ചെയ്യുക. റെസ്പോൺസിബിൾ ആക്കുക. അതെ. എന്തെന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കും ഈ എന്തൊക്കെയാണ് അതിന്റെ പ്രോസ്, എന്തൊക്കെയാണ് അതിന്റെ കോൺസ് എന്നൊന്ന് വിചാരിക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടിക്കോട്ടെ എന്ന് ഒന്ന് വിചാരിച്ചിട്ടാണ്. ആലോചിച്ചോട്ടെ എന്ന്. ആൻഡ് ഞാൻ ആസ് എ മദർ ഞാൻ അവരെ ഇമ്പോസ് ചെയ്യുന്നില്ല, യു ഹാവ് ടു ഡു ഇറ്റ്, ഇങ്ങനെ തന്നെ ചെയ്യണം എന്നും ഒരു അങ്ങനെ ഇമ്പോസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നില്ല. യു ചൂസ്. പക്ഷെ ഇതിന്റെ നെഗറ്റീവും ഉണ്ട് എന്ന് മാത്രം പറഞ്ഞു കൊടുക്കും. പിന്നെ എനിക്ക് ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവുമ്പോൾ നമുക്കും തോന്നാൻ പാടില്ലല്ലോ. അതെ, അല്ല അതെ. ശരിയാണ്. മനസ്സിൽ തോന്നിയ പറഞ്ഞു കൊടുത്താൽ ഇറ്റ് ഇസ് അപ് ടു ദെം. അവർക്ക് അതെ. വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ എടുക്കാതിരിക്കാം. ഗോപു കൊടുക്കാറുണ്ട്, അഡ്വൈസ് കൊടുക്കാറുണ്ട്. അഡ്വൈസ് ആയിട്ട് കൊടുക്കാറില്ല. പക്ഷെ ചില കാര്യങ്ങൾ നീ പറഞ്ഞ പോലെ ചോദിച്ചു വന്നാൽ, ആ. 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 നമ്മളോട് ചോദിച്ചാൽ ഉം. നമുക്ക് ഷുവർ ആയിട്ടും പറയാം, വിത്ത് അവർ ലിമിറ്റഡ് നോളജ് അതെ. ഇതുമാണ് കാണുന്നത്. അതെ. അതെ. ഇപ്പത്തെ നിങ്ങളുടെ സർക്കംസ്റ്റൻസിന് ഏത് സൂട്ട് ചെയ്യുന്ന അറിയില്ലടാ. ആ. അപ്പൊ ദർ ഇസ് നോ ഫുള്ളി റോങ്ങും കറക്റ്റ്. ടോട്ടലി കറക്റ്റ് ഒന്നും അതെ. പറയാനൊന്നുമില്ല. അതെ. അതെ. ഓരോ സർക്കംസ്റ്റൻസിന് ഒരു ശരി. അതെ. ചില സ്ഥലത്ത് നമ്മളുടെ റൈറ്റ് അവർക്ക് റോങ് ആയിട്ടാണ് വരിക, കറക്റ്റ്. കറക്റ്റ്. അല്ലേ? അതെ. അപ്പൊ അതെ. അത് വെച്ചിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് ഡിസ്കഷനിൽ വെച്ചിട്ട് തോന്നുന്ന അഡ്വൈസ് ചോദിച്ചു വരുന്നാൽ നമുക്ക് അറിയുന്നത് പറയുന്നോണ്ട് ഒരു കുഴപ്പമില്ല. ആ. വെറുതെ പോണ ആളെ വിളിച്ചിട്ട് വരൂ 4 കാര്യങ്ങൾ പറഞ്ഞു തരാന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. പക്ഷെ നമുക്ക് അങ്ങനെ പറഞ്ഞു തരാൻ ആൾക്കാരുള്ളതും അതെ. പറഞ്ഞു കൊടുക്കാൻ വീട്ടിലോ ആൾക്കാരുണ്ട്. ഫ്രണ്ട്സ് സർക്കിളിലോ ആരെങ്കിലും ഒക്കെ ഉള്ളത് അതും ഒരു ഭാഗ്യാണ്. അതെ. മറക്കണ്ട എല്ലാരും. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ആൻഡ് കീപ് വാച്ചിങ് എക്കോസ് ഓഫ് ഹെർ വിത്ത് Ren and Ren and go. Go. Bye.